ഹാർഡ് വർക്ക് ചെയ്യണം, പക്ഷെ ഓവർ ഹാർഡ് വർക്ക് ചെയ്യരുത്. അമിതമായി ഹാർഡ് വർക്ക് ചെയ്ത ദ ഹോൾ തിങ് ബിക്കംസ് കൗണ്ടർ പ്രൊഡക്റ്റീവ് വൺസ് അഗൈൻ. നമുക്ക് രണ്ട് രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരുപാട് സമയം എടുത്ത് ഹാർഡ് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സമയം നല്ല മെന്റൽ സ്ട്രെയിൻ എടുത്ത് ഫോക്കസ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യാം. ടെഡ് വില്യംസിനും ഐൻസ്റ്റൈനും ബോബി ഫിഷറിനും മൊസാർട്ടിനും ഒക്കെ പറ്റിയ ഒരേ തെറ്റാണ്. അവർ കുറേ സമയം ഇരുന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ സമയം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവർ ഒബ്സസ്ഡ് ആയി അവരുടെ വർക്കിനെ വെച്ച്. എന്നിട്ട് അവർക്ക് ബാക്കിയുള്ള ബേസിക് കാര്യങ്ങൾക്ക് ഒരു സമയം ഇല്ലാണ്ടായി. ഫാമിലിക്ക് വേണ്ടി, ഫ്രണ്ട്സിന് വേണ്ടി, റിലേഷൻഷിപ്സിന് വേണ്ടി. ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഹാർഡ് വർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ നമ്മൾ ആ ഹാർഡ് വർക്കിനെ പറ്റി ക്ലെവർ ആയിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു ടൈം സ്ലോട്ട് വെക്കണം. ഒരു 3 മണിക്കൂർ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യും. എന്നിട്ട് ആ ഹാർഡ് വർക്ക് ചെയ്യുന്ന സമയം നമ്മൾ നല്ല മെന്റൽ സ്ട്രെയിൻ ഇടണം. ചെയ്യുന്ന വർക്കിൽ മാക്സിമം ഫോക്കസ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്നവരാണ് അവരുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ സക്സസ് അച്ചീവ് ചെയ്യുന്നത്.